ഇപ്പോൾ ദില്ലിയിൽ നിന്ന് സ്വാതി ലൈനിൽ ചേരുകയാണ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 9 നടക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരമാണ് വന്നിട്ടുള്ളത്. സ്വാതി വിവരങ്ങളുമായി ചേരുന്നു. സ്വാതി, മറ്റു വിശദാംശങ്ങൾ എന്താണ്? വോട്ടെടുപ്പാണ്, തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 9 അല്ലേ? ശരത്, ഉപരാഷ്ട്രപതി ധൻഖർ രാജിവെച്ചതിന് പിന്നാലെ വലിയ ദുരൂഹതകൾ നിറഞ്ഞു നിന്നു. ഇപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീയതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 9 ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുക. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 21 നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള തീയതി ഓഗസ്റ്റ് 25 ഈ ഉപരാഷ്ട്രപതി രാജിവെച്ചതിന് പിന്നാലെ നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി പരമാവധി ഉപയോഗിച്ചതിന് ശേഷം കാര്യം കഴിഞ്ഞപ്പോൾ ധൻഖറെ അപമാനിച്ച് പുറത്താക്കുകയായിരുന്നു എന്നുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ അടക്കം ഉയർന്നു വന്നിരുന്നു. മാത്രമല്ല, ഇപ്പോൾ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നതിൽ ഇതുവരെയും വ്യക്തതയായിട്ടില്ല. എൻഡി ഇത് സംബന്ധിച്ച് ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല. ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഉപരാഷ്ട്രപതി പദവിയിലേക്ക് തങ്ങൾക്ക് രാഷ്ട്രീയ ഗുണമുണ്ടാകുന്ന ഒരാളെ സ്ഥാനാർത്ഥി ആക്കുമെന്നുള്ളതാണ്. ഇതിനുവേണ്ടിയുള്ള കരുനീക്കങ്ങൾ ഇതിനോടകം തന്നെ എൻഡിഎ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഈ കർഷക പ്രക്ഷോഭത്തെ തുടർന്ന് തന്നെ ഇടഞ്ഞു നിന്ന ജാട്ട് വിഭാഗത്തെ അനുനയിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഈ പശ്ചിമ ബംഗാളിൽ നിന്ന് ഗവർണറായിട്ടുള്ള ധൻഖറിനെ കേന്ദ്ര സർക്കാർ 2022 ഉപരാഷ്ട്രപതിയാക്കിയത്. എന്നാൽ നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ സമ്മർദ്ദത്തിന് പിന്നാലെ അപ്രതീക്ഷിതമായാണ് ഇദ്ദേഹം രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിൽ വിവിധ ദുരൂഹതകൾ ഉയരുകയും അദ്ദേഹത്തിന് യാത്രയയപ്പ് അടക്കം നൽകിയില്ല എന്നുള്ള വലിയ വിമർശനങ്ങൾ പാർലമെന്റിലടക്കം ഉയരുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീയതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് സ്വാതി ഇപ്പോൾ നൽകിയത്. ഏതായാലും ഇപ്പോഴും അജ്ഞാതമാണ് എന്തുകൊണ്ടാണ് ജഗ്ദീപ് ധൻഖർ രാജിവെച്ചൊഴിഞ്ഞത് എന്നിരിക്കെ പുതിയ ഉപരാഷ്ട്രപതി ആരെന്നറിയാം. തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അവിടെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് വലിയ ചോദ്യം വരുന്നു. ഒരു സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്താൻ ആ മുന്നണിക്ക് കഴിയുമോ, അതോ പല സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ? സ്വാഭാവികമായും എൻഡിഎ ഇതിനോടകം തന്നെ ആ കണക്കൂട്ടലുകളുമായി മുന്നോട്ട് പോകുന്നവരെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി ആര് എന്നതിനെ സംബന്ധിച്ച് BJPക്ക് നല്ല കണക്കുകൂട്ടലുണ്ടാകും. ഏതായാലും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം കൂടി രാജ്യത്ത് തെളിഞ്ഞു വരികയാണ്. അടുത്ത ഉപരാഷ്ട്രപതി ആര് എന്നറിയുന്നതിനുള്ള ഒരു അവസരം വരികയാണ്.